നമസ്കാരം സുഹൃത്തുക്കളെ. ജോൺ ബ്രിട്ടാസ് MP-യെ CPM രാജ്യസഭാംഗത്തെ സുഷ്മിത ദേവ് MP ലുങ്കിവാല എന്ന് വിളിച്ചതിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ബ്രിട്ടാസ്. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കിവാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചുവെന്നും ബ്രിട്ടാസ് സഭയിൽ പറഞ്ഞു. I'm a proud Indian, South Indian, and of course a proud Malayali, sir. There is no South Indian or Indian. What is the problem, you tell me? I cherish every moment being a അയ്യോ വലിയ കഷ്ടമായി പോയി കേട്ടോ. നമ്മുടെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് രാജ്യസഭയെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ BJPയുടെ ഒരു വനിതാ MP പുറകിൽ നിന്ന് ലുങ്കിവാല എന്നൊക്കെ വിളിച്ചു. അതെനിക്ക് വലിയ അപമാനമായി, എൻ്റെ സംസാരം തടസ്സപ്പെട്ടു എന്നൊക്കെയാണ് ഈ ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? 2-3 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാ DMKയുടെ ഒരു MP രാജ്യസഭ MP സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിലിരുന്നുകൊണ്ട് വിച്ചമ്മ എന്നൊക്കെ നിരന്തരം പറയുകയും അവസാനം അദ്ദേഹം സഹിയിട്ടിട്ട് യുവറമ്മ എന്ന് പറയുകയും, അതായത് ഈ തിരുവനന്തപുരത്തെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളയ്ക്ക് വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിളി കേട്ട ഒരു മുതലാണ് ഇപ്പോൾ പറയുന്നത് ലുങ്കിവാല എന്ന് വിളിച്ചു തൻ്റെ പ്രാദേശിക വികാരം വ്രണപ്പെട്ടു എന്ന തരത്തിൽ പ്രതിഷേധിക്കുന്നു. തൻ്റെ കൂടെയുള്ള റഹീമിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നെ മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ദാ വരുന്നു. അപ്പോൾ മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടെ അതിനകത്ത് ചേരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും. അപ്പോൾ ഈ ബ്രിട്ടാസിൻ്റെ തള്ളയ്ക്ക് വിളിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ തള്ളയ്ക്ക് വിളിച്ച MP-ക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കാത്തതിൻ്റെ കാര്യം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ തള്ളയ്ക്ക് വിളിക്കുന്നേക്കാൾ വലിയ അപമാനമാണോ ലുങ്കിവാല എന്ന് വിളിച്ചാൽ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നു. ചികിത്സ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ നാടകങ്ങളൊക്കെ എന്തിനാണെന്ന് അറിയാമോ? അടുത്ത വർഷം ഏപ്രിലിൽ 3 രാജ്യസഭാ MP-മാരുടെ കാലാവധി തീരും. ഈ കേരളത്തിൽ നിന്നുള്ള 3 ഇടതുപക്ഷ, അബ്ദുൽ വഹാബോ അങ്ങനെ ഒരാളുണ്ട്, പിന്നെ ശിവദാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനൊരു മുതലിനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അദ്ദേഹമുണ്ട്, അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസുണ്ട്. ഈ 3 പേരുടെയും കാലാവധി തീർന്നു കഴിയുമ്പോൾ അടുത്ത MP ആയിട്ട് കഷ്ടിച്ചൊരാളെ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. കഷ്ടിച്ചൊരാളെ, അതായത് 36 MLA-മാരുടെ പിന്തുണ വേണം, 35 നിലവിലുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൈയും കാലും പിടിക്കണം. BJPയുടെ എന്തായാലും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ തങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കൂടി ബാറ്റ് ചെയ്യുന്നത് എന്ന് കോൺഗ്രസിനെയും ലീഗിനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് കാലമായിട്ട് ബ്രിട്ടാസ് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന് കേട്ടിട്ടില്ല. അതാണ്. അപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ മാത്രമാണ് ബ്രിട്ടാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ തിരഞ്ഞെടുപ്പിൽ നിന്നാൽ 8 നിലയിൽ പൊട്ടുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് എങ്ങനെയും വീണ്ടും രാജ്യസഭയിൽ വരാനുള്ള നമ്പറാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇനി അപ്പോഴും ചിലർക്കൊരു സംശയം ഉണ്ടാവും, ലുങ്കിവാല എന്ന് വിളിച്ചത് മോശമല്ലേന്ന്. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെയാണ് മുണ്ടെടുക്കുന്നത്, നമ്മളെപ്പോലുള്ളവർ. അപ്പോൾ അങ്ങനെ ലുങ്കിവാല എന്ന് വിളിക്കാനാണെങ്കിൽ അവർക്ക് നേരത്തെ വിളിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CJP സമരം നടക്കുന്ന സമയത്ത് രാജ്യസഭാ MP-മാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസും റഹീമും മുണ്ടും മടക്കി കുത്തി അതിൻ്റെ ഇടയിലൂടെ തേരാപ്പര നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അത് കണ്ടിട്ടാണ് അവർ ലുങ്കിവാല എന്ന് വിളിച്ചത്. അല്ലാതെ ഈ ദക്ഷിണേന്ത്യക്കാരുടെ വേഷം ഒന്നുമല്ല. ഈ ദക്ഷിണേന്ത്യ, നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബ്രിട്ടാസ് ഈ പ്രാദേശികവാദം മൂപ്പിക്കാൻ നോക്കിയപ്പോൾ എന്താ പറയുക, സ്പീക്കർ തന്നെ ചെവിക്ക് പിടിച്ചു. ഇവിടെ ഈ ഇന്ത്യ അങ്ങനെ ഇന്ത്യ ഒന്നുമില്ല, ഒറ്റ ഇന്ത്യ ഉള്ളൂ, നിങ്ങൾ ഉണ്ടായി എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് അദ്ദേഹം ചോദിച്ചു. അവിടെയും ചമ്മി നടന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പല രീതിയിൽ പല രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ? ഇവിടെ വിനായകൻ്റെ വായിൽ നിന്ന് വരെ കേട്ടു. അതിനുശേഷം തമിഴ് MP-യുടെ വായിൽ നിന്ന് തള്ളയ്ക്ക് വിളി കേട്ടു. ഇപ്പോൾ BJPയുടെ ഒരു വനിതാ MP-യുടെ വായിൽ നിന്ന് ഈ ലുങ്കിവാല എന്നുള്ള വിളി കേട്ടു. ഇതൊരു തമിഴ് MP-യാണ് പ്രാദേശികവാദമൊക്കെ ഉയർത്തി പ്രതിഷേധിച്ചാൽ ഒരു പക്ഷേ അതിൽ കുറച്ചുകൂടി പിന്തുണ കിട്ടും. പക്ഷേ മലയാളിയായ ബ്രിട്ടാസ് അതിൽ പോയിട്ട് പ്രതിഷേധിച്ചാൽ മലയാളികളുടെ പോലും പിന്തുണ കിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ നിങ്ങൾക്കിതൊന്നും പറയാനുള്ള യാതൊരു അടിസ്ഥാന യോഗ്യതയില്ല. അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരെ ഗോസായിമാരെന്നൊക്കെ വിളിക്കുകയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ ചായവാല എന്നൊക്കെ കൂപ്പിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളെ ലുങ്കിവാല എന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് മോങ്ങിയാൽ അവിടെ കിടന്ന് മോങ്ങത്തേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കുറഞ്ഞു പോയി എന്നേ പറയാനുള്ളൂ. തള്ളയ്ക്ക് വിളിച്ച് അത്രയൊന്നും എന്തായാലും വരില്ലല്ലോ ലുങ്കിവാല എന്ന് വിളിച്ചത്. കിട്ടിയത് വാങ്ങി കൂട്ടത്തിലിടുക, അത്രേ പറയാനുള്ളൂ.